ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ്. ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്ക. വലയങ്ങളുള്ള ഗ്രഹമേത്? ശനി. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ. അവസാനം ചന്ദ്രനിലിറങ്ങിയ മനുഷ്യൻ ആരാണ്? യൂജിൻ സെർനാൻ. മിസൈൽ മാൻ എന്ന പേരിലറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ISROയുടെ പൂർണ്ണ രൂപം എന്ത്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ ചന്ദ്രന് പറയുന്ന പേരെന്ത്? ബ്ലൂ മൂൺ. ഇദ്ദേഹമാണ് ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയത്. ഇദ്ദേഹത്തിന്റെ പേരെന്ത്? ഗലീലിയോ ഗലീലി. വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെലനോളജി. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണാവുന്ന ഏക മനുഷ്യനിർമ്മിതി? ചൈനയിലെ വൻമതിൽ. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്. സായാഹ്ന നക്ഷത്രം എന്നും അറിയപ്പെടാറുണ്ട്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചാന്ദ്രയാൻ വിക്ഷേപിച്ചത്? PSLV-11. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഹാൻസ് ലിപ്പർഷെ. ഹാൻസ് ലിപ്പർഷെയാണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി. സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി ഏത്? ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥം എന്ന് പറയുന്നു. നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? പ്രകാശവർഷം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ശുക്രൻ. മംഗളയാൻ വിക്ഷേപിച്ച സമയത്തെ ISRO ചെയർമാൻ. മംഗളയാൻ വിക്ഷേപിച്ച സമയത്തെ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാവാൻ കാരണം? ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തത് കൊണ്ടാണ് ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാവാൻ കാരണം.
എവിടെ നിന്നാണ് ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്. ലേക്കയെ ബഹിരാകാശത്തേക്ക് അയച്ച പേടകത്തിന്റെ പേരെന്ത്? സ്പുട്നിക് 2. യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ പേടകം ഏതാണ്? വോസ്റ്റോക്ക് 1. നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേപ്പ് കാൻവറൽ. കേപ്പ് കാൻവറൽ. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്. അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്.